പ്രതിനിധി കൂടിയാണ് അനു അന്ന ജോ, CPPRന്റെ പ്രതിനിധിയാണ്. അനു, നേരത്തെ ശ്രീ ജോസബാസ്റ്റ്യൻ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പ്രത്യേകിച്ചും വിദേശ സർവകലാശാലകളടക്കം തന്നെ കൂടുതൽ കേരളത്തിലേക്ക് അവരെ ക്ഷണിക്കുന്ന രീതിയിലേക്ക് ഒരു നയപരമായ ഒരു മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം തന്നെ സർക്കാർ കൊണ്ടുവരുന്നു എന്നൊരു സൂചനയാണ് ഈ ബജറ്റിൽ നമ്മൾ കണ്ടത്. നേരത്തെയും LDF സർക്കാർ സമാനമായ രീതിയിൽ ചില ആശയങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി മുന്നോട്ട് വെക്കുന്നുണ്ട്. അവരുടെ പാർട്ടി സമ്മേളനത്തിലടക്കം തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതുമാണ്. എങ്ങനെയാണ് ഇതൊരു യു ടേൺ എന്ന രീതിയിൽ മാത്രം നമുക്ക് കാണാവുന്നതാണോ? അതിനപ്പുറത്തേക്ക് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ ധാരാളമായി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനം എത്രത്തോളം ഗുണകരമാകും? തീർച്ചയായിട്ടും ഇതൊരു നയപരമായ മാറ്റമാണ്. ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വരുന്നതും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ ഒരുപാട് സ്റ്റുഡൻസ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ ഇന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ കണക്ക് പ്രകാരം 4% സ്റ്റുഡൻസെ കേരളത്തിൽ നിന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് ഓൺ ദ ഹൈ ആണ്. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവരുന്നത് നമുക്ക് നല്ലൊരു മാറ്റമാണ്. പക്ഷേ ഇത് എങ്ങനെ, ഇതിനുള്ള റിസോഴ്സസ് എവിടുന്ന്, പിന്നെ എന്ത് തരത്തിലുള്ള മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ ഗ്ലോബലി തന്നെ നമ്മൾ നോക്കിയാൽ ഒരു ക്വാണ്ടിറ്റി ടു ക്വാളിറ്റി ടു ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചിലോട്ടാണ് വരുന്നത്. ക്രെഡൻഷ്യൽ സിസ്റ്റംസ് ആയാലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് നമ്മളിപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആയാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലായാലും എന്തുകൊണ്ട് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു, ആ റീസൺസ് ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ഇൻഡസ്ട്രി റിസർച്ച് കൊളാബറേഷൻ, അല്ലെങ്കിൽ ഇവിടുന്ന് പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലേ, ആ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മുന്നോട്ട് പോകുന്ന, ഇല്ലെങ്കിൽ ഇതൊരു ഇപ്പോൾ പറഞ്ഞ പോലെ യു ടേൺ തിരിച്ചും ആ റൗണ്ട് ആൻഡ് റൗണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതെങ്ങനെ പോകുന്നു, ഇത് ഇവരെങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഹയർ എഡ്യൂക്കേഷനിൽ ഈ ബഡ്ജറ്റിൽ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു പോളിസി ചേഞ്ചസ് ആണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ എത്രമാത്രം ഫണ്ട് അലൊക്കേഷൻ, റിസോഴ്സ് അലൊക്കേഷൻസ്, ഈ വ്യക്തമായ പ്ലാനിങ് നമുക്ക് നോക്കി കാണേണ്ടത് തന്നെയാണ്. ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഈ വരും വർഷങ്ങളിൽ വരാനിരിക്കുന്ന നിക്ഷേപങ്ങളെ കുറിച്ചൊക്കെ വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു വെച്ചു പുലർത്തി ധനമന്ത്രി. എനിക്കിപ്പോ ഈ പ്ലാനിംഗ് ബോർഡ് അംഗം രവിരാമൻ പറഞ്ഞ് പൂർത്തിയാക്കിയതിനെ കുറിച്ചാണ് ഈ അനു അന്ന ജോയോട് ചോദിക്കാനുള്ളത്. ഈ 17,000 പേർക്ക് ഫോമലായി തൊഴിൽ നൽകിയ ഇന്ത്യയിലെ ഈ PSC അല്ലെങ്കിൽ PSC വഴി ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകിയ സംസ്ഥാനമാണ് കേരളം. ഈ ഒരു ദിവസം തന്നെ ഈ 8,000 പേർ കാനഡയ്ക്ക് ഒരേ ഏജൻസി മുഖേന പോയ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അവിടെ ഈ 17,000 സർക്കാർ മേഖലയിലെ ജോലി എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ മോഹിപ്പിക്കും. ഇത് വളരെ നല്ലൊരു പോയിന്റാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ യുവാക്കളോട് സംസാരിച്ചാൽ തന്നെ മനസ്സിലാകും അവരെ ഒരു തരത്തിലും അട്രാക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഗവൺമെൻറ് ജോബ്. കുറച്ച് പേരുണ്ടായിരിക്കും ഇപ്പോഴും ഗവൺമെൻറ് ജോബിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. പക്ഷേ ഈ മൈഗ്രേഷൻ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, ആൾക്കാർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുന്നില്ലെന്നുള്ളതാണ്. അത് അവർ ചെയ്യുന്ന സോഷ്യൽ സാഹചര്യം ആയിക്കോട്ടെ, കൾച്ചറലി, എംപ്ലോയ്മെൻറ്റ്, എക്കണോമിക്, ഏത് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയാലും അവർക്കിവിടെ അവർ ഡിസാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ CPPRലായാലും നടത്തിയ സ്റ്റഡികളിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ പല മേഖലകളിലായിട്ടാണ്. അപ്പോഴാണ് ഈ PSC പോലുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല അത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ എടുത്ത് പറയുന്നത് അതൊരു പോസിറ്റീവ് കാര്യമായിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പം നമ്മളിവിടെ ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബ് പറഞ്ഞു, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇതെല്ലാം തിരിച്ച് യുവാക്കളെ ഇവിടെ നിലനിർത്താനും നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നയങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇത് എത്രമാത്രം ഇത് ട്രാൻസ്ലേറ്റഡ് ആകും? ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ നോക്കിയാൽ ഒരുപാട് ഹബ്ബുകളെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഹബ്ബ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബ്, റോബോട്ടിക് ഹബ്ബ്, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബ്, ഇങ്ങനെ ഒരുപാട് ഹബ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇത് എത്രമാത്രം റാഷണലൈസ് ചെയ്ത് ഇതിനെ ഒരു ഇൻക്ലൂസീവ് ഇക്കോസിസ്റ്റം, ഇപ്പം നമ്മൾ കണ്ടാൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള
രണ്ട് വാക്കുകൾ ഒരുപാട് ബഡ്ജറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രൈവറ്റൈസേഷൻ, സ്വകാര്യ പങ്കാളിത്തം എല്ലാം ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ. കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പം ബാക്കി സംസ്ഥാനങ്ങളെ വെച്ച് കേരളം ഇപ്പോഴും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 15ാമത്തെ സ്ഥാനത്താണ്. കേരളത്തിനെ എല്ലാ ഇൻവെസ്റ്റേഴ്സും നോക്കിക്കാണുന്നത് അത്ര ബിസിനസ് ഫ്രണ്ട്ലി അല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് തന്നെയാണ്. അപ്പം അതിൽ പല കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ബിസിനസ് നിയമങ്ങൾ, ഇവിടെ കംപ്ലയൻസസ്, ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്, അതിപ്പം ഒരു പർട്ടിക്കുലർ ബിസിനസ് മാത്രമല്ല, ഏതൊക്കെ ബിസിനസ്സസ് ആണോ ഇവിടെ ഉള്ളത് അവിടെയൊക്കെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കേരള ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ കേരളത്തിനെ കുറിച്ചുണ്ട്. അപ്പൊ ഇത് മാറ്റുക, ഇത് സിസ്റ്റമിക്. നമ്മൾ എത്ര ഒറ്റപ്പെട്ടതെന്ന് തള്ളിക്കളഞ്ഞാലും ഇവിടെ ഒരു ഇംഗ്ലണ്ടിൽ നിന്ന്, ലണ്ടനിൽ നിന്നൊരു വ്യവസായി വന്നൊരു സ്പോർട്സ് ഹബ്ബ് തുടങ്ങാൻ ശ്രമിച്ച ആൾക്ക് പഞ്ചായത്തിൽ വന്ന് സമരം ചെയ്ത് അയാൾക്ക് പോലീസിനാൽ റോഡിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടി വന്നു. മന്ത്രിമാരൊക്കെ ഇടപെട്ട് അയാളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ. എന്നിട്ടും പൂർണ്ണമായി അത് പരിഹരിക്കപ്പെട്ടില്ല. അത് ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഈ സ്പോർട്സ് റിലേറ്റഡ് ഇപ്പൊ ടർഫുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കേരളത്തിലെ ടർഫുകൾ എന്തുമാത്രം ഇൻക്രീസ് ഉണ്ടായിരുന്നു ഒരു കോവിഡ് ടൈം കഴിഞ്ഞ്, ഒരു ബൂമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ താഴോട്ട് പോയി. പക്ഷെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടർഫുകൾ പോലും മെയിൻ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓവർ റെഗുലേറ്ററി എൻവയൺമെന്റ് എന്ന് പറയും. അതായത് ഒരു റെഗുലേറ്ററി കൊളസ്ട്രോൾ എന്നൊക്കെ നമ്മൾ പറയും. ഒത്തിരി നിയമങ്ങൾ വരുമ്പോഴത്തേക്കും ഇത് കംപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഈ ബിസിനസ്സുകൾക്കുണ്ട് എന്ന് പറഞ്ഞ് തീരെ ഒരു കംപ്ലയൻസും ഇല്ലാതെ അങ്ങനെയല്ല. എന്നാലും നമുക്ക് ഒരു കാര്യം കംപ്ലൈ ചെയ്യാനുള്ള ഒരു ഈസിനെസ് വേണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബിസിനസ്സുകൾ ഫോളോ ചെയ്യുന്നത്? ഇപ്പം ബിസിനസ് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ഓരോ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്തുമാത്രം നിയമങ്ങൾ ഞങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ല. പലപ്പോഴും ഒരു കേസ് വരുമ്പോഴോ ഒരു കംപ്ലൈന്റ് വരുമ്പോഴോ ആയിരിക്കും അവർ തന്നെ അറിയുന്നത് ഈ നിയമങ്ങൾ പോലും അവർ പാലിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിനൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം, ക്ലിയറൻസ് സിസ്റ്റങ്ങൾ എളുപ്പമാക്കുക. അതുപോലെ നമ്മൾ ഈ ടെക്നോളജീനെ ഭയങ്കരമായിട്ട് വലിയ തോതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട വളരെ ആവശ്യകതയുണ്ട്. ഇപ്പോൾ കേരളത്തിലിപ്പം നമ്മളിപ്പോൾ ഈ ബഡ്ജറ്റിനെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എവിടെയൊക്കെ എക്സ്പെൻഡിച്ചേഴ്സ് കട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അധികം പരാമർശിച്ചിട്ടില്ലെന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. നമുക്ക് 16ൽ പരം വെൽഫെയർ ഫണ്ട് ബോർഡുകളുണ്ട് കേരളത്തിൽ. ഈ ഫണ്ട് ബോർഡ്സിന്റെ ഉദ്ദേശം തന്നെ എംപ്ലോയേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുക, ഇവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് യൂട്ടിലൈസേഷൻ ആണ് അതിന്റെ ഉദ്ദേശശുദ്ധി തന്നെ. പക്ഷെ ഇത്രയധികം വെൽഫെയർ ഫണ്ട് ബോർഡുകൾ വേണോ? പകരം ഒരു അനു തന്നെ ഈ റിസോഴ്സ് മൊബിലൈസേഷന്റെ കാര്യത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച പോലെ കൂടുതൽ മേഖലകൾ ഉപയോഗിക്കാവുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും സാധ്യതകൾ ധനമന്ത്രിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു? ഒപ്പം തന്നെ ഈ അഡീഷണൽ മൊബിലൈസേഷന് വേണ്ടി ധനമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ താങ്കൾ എങ്ങനെ കാണും? ഇവിടെ നമ്മളിപ്പോൾ പറയേണ്ടത് ഈ പ്ലാൻ ബിനെ കുറിച്ച് ഇവിടെ ഒരുപാട് ഡിസ്കസ് ചെയ്തു. 16th ഫൈനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ പ്ലാൻ വരുമ്പോഴത്തേക്കും മിക്കവാറും എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിക്കൊണ്ടിരുന്നത് സെൻസസ് ആണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടി എടുക്കുന്നത് ഓൾറെഡി കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്ന് വീണ്ടും കുറയാനാണ് സാധ്യത. ബിക്കോസ് അവരെടുക്കുന്നത് ഓൾറെഡി 2011 സെൻസസ് ആണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഈ 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ പോപ്പുലേഷൻ 1971 കുറഞ്ഞു. അതുപോലെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം കേരളം പോവർട്ടി വളരെ കുറഞ്ഞൊരു സംസ്ഥാനമാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ ഈ ഡെവല്യൂഷൻ ഭയങ്കരമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതൊരു വളരെ വലിയൊരു എക്കണോമിക് സ്ട്രെസ്സിലോട്ടാണ് പോകുന്നത്. ഏതൊക്കെ രീതിയിൽ റിസോഴ്സ് മൊബിലൈസേഷൻ പറ്റും, ഏതൊക്കെ കാര്യങ്ങളിൽ എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്യാമെന്നുള്ളത് തീർച്ചയായിട്ടും സ്റ്റഡീസും റിവ്യൂസും ഒക്കെ നടത്തി ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. ശരിയാണ്. ഇപ്പോ അതിഥികളോട് എല്ലാവരോടും ഉചിതമായ അത്ര സമയം പോകാൻ കഴിഞ്ഞില്ല. ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള
അവസരം ഇനിയും നൽകേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് കേരളം പോവർട്ടി, പട്ടിണിയൊക്കെ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്നൊക്കെ ഈ കേട്ടപ്പോൾ ചിത്തരഞ്ജനും സന്തോഷമായിട്ടുണ്ടാകും, രാജു പി നായർക്കും സന്തോഷമുണ്ടാകും. കാരണം ഇത് കേരളത്തിൽ മാറി മാറി മരിച്ച സർക്കാരുകളുടെ ഒക്കെ ഒരു നേട്ടമാണ്. പക്ഷേ അത് ആത്യന്തികമായി കേരളത്തിന് ലഭിക്കുന്ന സഹായങ്ങളുടെ കാര്യത്തിൽ അതൊരു ന്യൂനതയായി മാറുന്ന ഒരു കാലമാണെന്നൊരു അങ്ങേയറ്റം ഒരു സവിശേഷതയുണ്ട്. കേരളത്തിൽ നിന്ന് നമ്മൾ തുടക്കം മുതൽ ഈ ബജറ്റിന് ശേഷവും അതിനുശേഷം ഈ ചർച്ചയിലും ഒക്കെ നിറഞ്ഞു നിന്നത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളെ കുറിച്ചാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, രാജ്യത്ത് നിന്ന് ആകെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിന് സാമ്പത്തിക കാരണങ്ങൾ മാത്രമല്ല, വ്യത്യസ്തമായ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടരും. പ്ലാൻ ബി ഇല്ല എന്ന് മന്ത്രി തന്നെ പറഞ്ഞു. പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നാൽ ആലോചിക്കുമെന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ചർച്ചകൾ തുടരും. നമുക്ക് തൽക്കാലം ഈ വിശകലന പരിപാടി അവസാനിപ്പിക്കാം. പങ്കെടുത്ത എല്ലാവർക്കും ധനമന്ത്രിക്ക് ഉൾപ്പെടെ നന്ദി. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് റിപ്പോർട്ട്.